നമ്മൾ വിചാരിക്കും പോകുന്ന സമയമാണ്. പോകുന്ന സമയമല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ കൂടെ എത്ര പേരുണ്ട്? ഞാനൊരു ചോദ്യം ചോദിക്കുക. എല്ലാവരും എഴുന്നേക്കരുത്. ഒരാളെ മതി എനിക്ക്. ഒരാത്മാവിൻ്റെ വില സർവ്വലോകത്തേക്കാൾ വിലയേറിയതാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പെന്തക്കോസ്തുകാരനായിരിക്കാം, സ്നാനപ്പെട്ട ആളായിരിക്കാം, പക്ഷെ കൊതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തി കാണിക്കണം, എനിക്ക് കർത്താവിന് വേണ്ടി ഒന്ന് ജീവിക്കണം. ഇത്രയും പേരുണ്ട്. ഇത്രയും പേര് വേണ്ട, കൈതാത്തിട്ടെ. ഒരാളുണ്ടോ ഈ മീറ്റിംഗ് എനിക്ക് വേണ്ടിയാണെന്നവരെ കൈ ഉയർത്തി കാണിച്ചു? 7-8 പേരെ കാണാൻ പറ്റുന്നു. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ഒരു കാര്യം ഇവിടെ പറയണം. മോനെ, എനിക്ക് ഒരു കുപ്പി വെള്ളം തരാമോ? ഒരു കുപ്പി വെള്ളം ആരെങ്കിലും കുടിച്ചത് മതി. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ഒരു മിനിറ്റ് ഒന്ന് പിടിച്ചാ. ഞാൻ ദൈവത്തിന്റെ കൃപ പറഞ്ഞേ, ശബ്ദമുയർത്തി പറഞ്ഞേ. ഞാൻ 3 കാര്യങ്ങൾ പൗലോസിന്റെ മിനിസ്ട്രിയിലെ സക്സസ് ആയ കാര്യം ഞാൻ ചോദിച്ചു. ഒരു മിനിറ്റ് അതും കൂടെ കേൾക്കുക. ആ 3 കാര്യം എങ്ങനെയാണ്? ലഭിച്ച കൃപ ഞാൻ വൃഥാവാക്കിയില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് കിട്ടിയ ദൈവകൃപ വൃഥാവാക്കി? കൈകൾ ഉയർത്തിപ്പിടിച്ച ഒരു പുതിയ അഭിഷേകം വീഴുന്നു. കടയിലിരുന്നു കൊണ്ട് പറ, തെരുവിലിരുന്നോണ്ട് പറ, അപ്പാ എനിക്ക് നിന്നെ വേണം. കൈ ഉയർത്തി പറഞ്ഞ്, അപ്പാ എനിക്ക് നിന്നെ വേണം. അമ്മേന്ന് കണ്ണുകൾ നിറഞ്ഞൊഴുകട്ടെ. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ, അപ്പാ നിന്നെ എനിക്ക് വേണം.
ഒരു കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. മക്കളെ, കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേണം. 7 വർഷങ്ങൾക്ക് മുമ്പ് വന്നേ. ഒത്തിരി നാളുകൾക്ക് മുമ്പ് പപ്പ മരിച്ചു അല്ലേ? ഒത്തിരി നാളുകൾക്ക് മുമ്പ് 8 വർഷത്തിന് മുമ്പ് എൻ്റെ അളിയൻ മരിച്ചുപോയി. നിൽക്കണേ, ഇവിടെ തന്നെ നിൽക്കണേ, പോകണേ. 8 വർഷത്തിന് മുമ്പ് എൻ്റെ അളിയൻ മരിച്ചുപോയി. PIP-യുടെ കൊട്ടാരക്കര സെന്ററിന്റെ ട്രഷറൊക്കെ ആയിരുന്നു. PIP-കാരെല്ലാം റോഡിലും ഫ്ലെക്സ് വെച്ചു, ബോർഡ് വെച്ചു, ഫോട്ടോ വെച്ചു. ആമേൻ. ആ മരണം ഏറ്റവും നന്നായി അവർ ചെയ്തു, നന്നായി ഭംഗിയായിട്ട് ചെയ്തു. ബസ്സുകൾ മുഴുവനും ഫ്ലെക്സ് കൊണ്ട് അലങ്കരിച്ചു. പക്ഷെ ഇപ്പൊ 8 വർഷം കഴിഞ്ഞു. 1-ാം വർഷം കുറച്ചു പേരൊക്കെ ഫോട്ടോ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഇട്ടു, മിസ് യു ഗോവൻ എന്ന് പറഞ്ഞിട്ടു. 2-ാം വർഷം കുറച്ചു പേരിട്ടു. 3-ാം വർഷം കുറച്ചു പേരിട്ടു. 4-ാം വർഷമൊക്കെ ആയപ്പോൾ എണ്ണം കുറഞ്ഞു. ആരെങ്കിലും കേൾക്കുന്നുണ്ടല്ലേ? 7 വർഷം കഴിഞ്ഞപ്പോൾ ആരും ഓർത്തില്ല. കഴിഞ്ഞ വർഷം എൻ്റെ പെങ്ങള് മാത്രമേ സ്റ്റാറ്റസ് ഇട്ടുള്ളൂ. സ്റ്റാറ്റസ് ഇട്ടില്ല അവള് മാത്രമേ ഓർത്തുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ലോകത്തിലെ സ്നേഹം. 7 വർഷം വരെ ചിലപ്പോൾ നിങ്ങളുടെ കൊച്ചുങ്ങൾ ഓർത്തിരിക്കും. പക്ഷെ പിരിയാത്തൊരു ബന്ധമുണ്ട്. ആർക്കത് വേണ്ടേ? ആർക്കത് വേണ്ടേ? പിരിയാത്തൊരു ബന്ധമുണ്ട്. ആർക്കത് വേണ്ടേ? എവിടെ ഇരുന്നെങ്കിലും കൈ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചോട്ടെ. ഇപ്പോൾ അതിന്റെ ഒരു പകർച്ച ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുകയാണ്. കൈയൊന്ന് ചേർത്തടിക്കാമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അടുത്തൊരു സ്നേഹത്തിന്റെ പകർച്ച, ഒരു ആരാധനയുടെ പകർച്ച, ഒരു ദൈവശക്തിയുടെ പകർച്ച. കൈകളൊന്ന് ചേർത്തടിച്ച് 1 മിനിറ്റ് എല്ലാവരും ആ സ്നേഹത്തിലോട്ടൊന്ന് കയറി